അലുവ വരെ ഉണ്ടാക്കിയിട്ട് പകുതിയിലിട്ടിട്ട് സിനിമക്ക് പോയിട്ടുണ്ട്. 23 പറഞ്ഞാലേ ഒരു സമാധാനം കിട്ടുള്ളൂ. പക്ഷെ എന്നോട് ദൂരെ പോകുമ്പോഴെല്ലാം ചുരിദാർ ഇടുക എന്ന് എല്ലാരും പറയും. പക്ഷെ എനിക്ക് അതിടുമ്പോ തുണിയില്ലാത്ത ഒരു മണിയമ്മയുടെ കൂടെ ഒരു ഡ്രൈവിന് പോകണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പൊ ഇന്ന് അത് സാധിക്കാൻ പോകുന്ന ഭാഗമാട്ടോ. അങ്ങനെ നമ്മൾ മണിയമ്മയുടെ വിശേഷങ്ങളും ഓണത്തിന്റെ ആഘോഷങ്ങളെ കുറിച്ചും ഒക്കെ ഒന്ന് സംസാരിക്കാമെന്ന് ഓർത്തു. ഞാൻ പറയുന്നത് വെച്ചാൽ കേരളത്തിലെ സ്ത്രീകൾക്ക് മാത്രം, സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഒരു ഏജിലുള്ളവർക്കല്ല, കുഞ്ഞു കുട്ടികൾ തൊട്ട് എത്ര മുതിർന്ന പ്രായമുള്ളവർക്കാണെങ്കിലും ഒരു ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് മണിയമ്മ. ഞാൻ എന്റെ മമ്മിയുടെ അടുത്ത് വരെ ഇടയ്ക്ക് വീഡിയോസ് ഫോർവേഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. മണിയമ്മയുടെ വീഡിയോ കണ്ടോ മമ്മി? കാരണം ഡാഡി പോയ പിന്നെ മമ്മിക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു. അപ്പം ഞാൻ വീഡിയോ അയച്ചു കൊടുക്കും. മണിയമ്മയുടെ വീഡിയോ കണ്ടു നോക്കും, ഒരു പേടിയും വേണ്ട. ആളിതേ 11 പരം ഡ്രൈവിംഗ് ലൈസൻസിന്റെ അതിൽ കൂടുതലുണ്ട് കേട്ടോ. ഏതൊക്കെയാന്നൊന്ന് മണിയമ്മ പറയാമോ വിശേഷങ്ങള്? വിശേഷങ്ങള് പറയാം. വണ്ടി ഇപ്പൊ ചെറിയ വണ്ടി മുതൽ, അതായത് 2 വീലർ, 3 വീലർ, 4 വീലർ, ബസ്, ലോറി, ട്രെയിലർ, ഫോർക്ക് ലിഫ്റ്റ്, ക്രെയിൻ, റോഡ് റോളർ, ഹസാർഡസ്, അങ്ങനെയുള്ള എല്ലാ ലൈസൻസും ഇപ്പൊ ഇന്റർനാഷണൽ ലൈസൻസ് വരെ എടുത്ത്. ഇപ്പൊ ദുബായി പോയിരുന്നു, അപ്പൊ ഇന്റർനാഷണൽ ലൈസൻസ് എടുത്തിട്ടാണ് പോയത്. അതാണ് പറയണത്, ഇതിനൊന്നും ഒരു പ്രായം ഒരു പരിധിയല്ല. കാരണം നമുക്ക് ഏത് പ്രായത്തിലാണെങ്കിലും സത്യം പറഞ്ഞാൽ മനോധൈര്യമായിരിക്കും ഇതിലേക്ക്, അല്ലെ? ഡ്രൈവിംഗിലേക്ക് എങ്ങനെ ഇതിനോട് നമുക്ക് ചെയ്യാമെന്ന്. ആദ്യമായിട്ട് അങ്ങനെ അത്ര ഫാഷൻ ഒന്നും ഉണ്ടായിട്ടല്ല. ആദ്യം നമുക്ക് ഡ്രൈവിംഗ് സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ടതുകൊണ്ട് വെറുതെ ലൈസൻസ് എടുത്ത് വെച്ച്, പിന്നെ ഹസ്ബൻഡിന്റെ കാലശേഷം എന്ന് പറയുമ്പോ നമ്മളും കൂടി അതിന്റെ അകത്തോട്ട് ആഡായി. അത് വേണ്ടി വന്നു. പിള്ളേര് മാത്രമായിട്ട് ഇത് എങ്ങനെ പോകും എന്നുള്ള ഒരു ഉത്കണ്ഠ നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ. ഒരു വർഷത്തോളം ഞാൻ അതിലൊന്നും ഇതായില്ല. പിന്നെ അവരെന്നെ അതിലോട്ട് അവര് തന്നെ പ്രൊമോട്ട് ചെയ്തു. സത്യം, അതും ഒരു ഭാഗ്യമാണ് നമുക്ക്, അല്ലെ? പേരക്കുട്ടികളും മക്കളും ഒക്കെ ഇതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. അതെ അതെ അതെ. കാരണം മണിയമ്മേനെ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് കാണുന്ന നമ്മുടെ ഒരു ബിസിനസ് കമ്മ്യൂണിറ്റി മീറ്റിംഗിൽ വെച്ച അന്ന് അരവിന്ദ് സാറായിരുന്നു മണിയമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പറയാം, ആ പേരക്കുട്ടി അമ്മേനെ കൊണ്ട് നടക്കണ കാണുമ്പോ തന്നെ ഞാൻ തന്നെ മക്കളോട് പറയാറുണ്ട്, ഇത് കണ്ടോ എന്ത് എൻകറേജ്മെന്റ് ആ വരുന്നത്. ശരിക്കും അതൊരു ധൈര്യമാണ്. വലിയ വണ്ടികളിലോട്ടൊക്കെ എനിക്ക് കയറാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവൻ എന്നെ എടുത്ത് കയറ്റി. അത് പലപ്പോഴും നമ്മൾ വീഡിയോസ് ആയിട്ട് കണ്ടിട്ടുണ്ട്. ശരിക്കും ആ ഒരു ഡാഷിംഗ് മ്യൂസിക്കിനോട് കൂടിയിട്ടുള്ള ഒരു എൻട്രി എന്ന് പറയുന്നത് ശരിക്കും എന്താ പറയാ, അതിന്റെ ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. മണിയമ്മയുടെ എൻട്രി എന്ന് പറയുന്നത് ഓരോ വണ്ടികളുടെ അകത്തേക്കാണെങ്കിലും ശരിക്കും അതൊരു സന്തോഷമാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റതായിട്ട് ഞാനും അത് നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാ വേറൊരാൾക്കും കിട്ടാത്ത ഒരു ഭാഗ്യാണ്. ഒരാൾക്കൊന്നല്ല, എന്നാലും നമ്മളിപ്പോ എല്ലാം ഇതില് കാണുന്നുണ്ടല്ലോ, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഓരോ അമ്മമാരും സഹിക്കുന്നുണ്ട്. പക്ഷെ ആ കാര്യത്തിൽ ഞാൻ വളരെ ഭാഗ്യവതിയാണ്. അതൊരു വലിയ ദൈവാനുഗ്രഹമാണ്, അല്ലെ? പ്രത്യേകിച്ച് ഐശ്വര്യം നോക്കി മണിയമ്മയുടെ മുഖത്ത് കാണാനില്ലേ, നല്ല ഭംഗിയുള്ള ഒരു സെറ്റ് മുണ്ടൊക്കെ എടുത്ത് നല്ല സുന്ദരിയായിട്ട്. വീട്ടില് സെറ്റ് മുണ്ട് തന്നെയാണ് ഉടുക്കണത്. പക്ഷെ എന്നോട് ദൂരെ പോകുമ്പോഴെല്ലാം ചുരിദാർ ഇടുക എന്ന് എല്ലാരും പറയും. പക്ഷെ എനിക്ക് അതിടുമ്പോ തുണിയില്ലാത്ത ഒരു അതിനെ നോക്കി നമ്മുടെ അടുത്തോട്ട് വന്നാൽ മതി, നല്ല സ്റ്റൈലായിട്ട്. എനിക്ക് നന്നായിട്ട് സാരി ഉടുക്കുന്നത് നല്ല ഇഷ്ടമാണ്. അതാ പറഞ്ഞ സ്റ്റൈലില് നമുക്ക് വേണമെങ്കിൽ അടുത്തൊരു റീക്രിയേറ്റ് ചെയ്തെടുക്കാം. തെരേസയിൽ വന്നു കഴിഞ്ഞാല് നമ്മളുടെ സ്ഥാപനം എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ ചെയ്തിരിക്കുന്നത്. ഡിസൈനിങ് ക്ലോത്ത്സും സാധനങ്ങളും എല്ലാം കൂടിയാണ് സംഭവം വരുന്നത്. അപ്പൊ നല്ല ഭംഗി, പക്ഷെ നല്ല ഭംഗിയുണ്ട്. മുണ്ടുനേരി ഇതൊക്കെ കൊടുത്ത് കാണുമ്പോ ഒരു പ്രത്യേക ഐശ്വര്യമാണ് അമ്മയ്ക്ക്. അതെല്ലാവരും എന്നോട്, ഞാൻ രാവിലെ തന്നെ കുളിക്കും. വലിയ വില കൂടി ഒന്നുമല്ല, എന്നാലും രാവിലെ തന്നെ കുളിച്ച് പുതിയ മുണ്ടുനാടൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ എല്ലാരും പറയും, ഇത് കാണുന്നത് തന്നെയാണ് ഞങ്ങൾക്ക് ഒരു ദിവസം തെരേസയിലേക്ക് പോയി വന്നിട്ട് നമുക്കൊരു സ്റ്റൈലിലൊന്ന് ഇറങ്ങി നോക്കാം, ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൊടുത്തിട്ട് പുതിയ മണിയമ്മ എന്നുള്ള രീതിയിൽ, അല്ലെ? നിങ്ങളുടെയൊക്കെ അഭിപ്രായം ഇടയ്ക്ക് പറയണം കേട്ടോ. അങ്ങനെ ഒരു ഇറക്കം നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നുള്ളത്. എന്നാലും എനിക്ക് കൂടുതൽ ഇതിനോട് എന്റെ പ്രായത്തിന്റെ കൊണ്ടായിരിക്കും എനിക്ക് അത്രയൊന്നും അത് ഇഷ്ടമല്ല. പ്രായം ഒരു പരിധിയല്ല എന്ന് തെളിയിച്ച ആളാണ് മണിയമ്മ. അപ്പൊ പിന്നെ ഏത് ഡ്രസ്സിൽ ഇറങ്ങിയാലും അതിന്റെ ഒരു കോൺഫിഡൻസ് മണിയമ്മയിൽ കാണുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഏറ്റവും ആദ്യം ലൈസൻസ് എടുത്തപ്പോഴും
പിന്നെ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് അമ്മ എടുത്ത ലൈസൻസ് ഏതായിരുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. ആദ്യം എടുത്തത് 4 വീലർ. അത്രയും ബുദ്ധിമുട്ട് വേറെ ഒരു ലൈസൻസ് എടുക്കാൻ ഉണ്ടായിട്ടില്ല. അത് ശരി. ആദ്യമായിട്ട് ഒരു ലേഡീസ് ഒന്നും അത്ര ഇങ്ങനെ വണ്ടി ഡ്രൈവിംഗ് ഓടിച്ചിരുന്നില്ല. ലൈസൻസ് എടുത്തിട്ടില്ലാത്ത ഒരു കാലത്തിലാണ് ഞാൻ ഈ 4 വീലർ ലൈസൻസ് എടുക്കുന്നത്. ആ സമയം തന്നെ ഇരുന്ന് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട്. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോ ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനോടൊന്നും ഒരു പേടിയില്ലാണ്ട് ഉള്ള ഒരു ഇതായി. പിന്നെ ട്രെയിലർ അത് കുറച്ചും കൂടി ഭയങ്കര ബുദ്ധിമുട്ടുള്ള. അത് ഞാനൊക്കെ വണ്ടി ഓടിക്കുമ്പോ ഏറ്റവും വലിയ സങ്കടം മുമ്പിൽ ഒരു ട്രെയിലറോ അല്ലെങ്കിൽ ഒരു ലോങ് വണ്ടി വന്നു കഴിഞ്ഞാൽ എന്റെ പൊന്നെ ഇനി ഇത് കടക്കണ്ടേ എന്നുള്ളതാണ് ചിന്തിക്കുക. അപ്പൊ അത് ഓടിക്കണ ആളെന്ന് പറയുമ്പോ സത്യമായിട്ടും അതാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത്. ഇപ്പൊ നേരെ നമുക്ക് ഒരുവിധമൊക്കെ ഓടിച്ചു പോവാം. പക്ഷെ ഒന്ന് തന്നെ ഒന്ന് റിവേഴ്സ് എടുക്കേണ്ടിയൊക്കെ വന്നാൽ കുറച്ച് നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്ത ഒരാൾക്ക് മാത്രമേ അത് എടുക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ്. അത്രയാണ്. അപ്പം നമ്മള് ഇൻസ്ട്രക്ടേഴ്സിനെ കൊടുക്കാറുണ്ടോ മണിയമ്മ സ്ഥാപനത്തില്? എങ്ങനെയാ ചെയ്യുന്നത്? ഉണ്ടല്ലോ, അവർക്കൊക്കെ ട്രെയിനിങ് പുതിയ ഓരോ പഠിപ്പിക്കുന്ന ആൾക്കാർ വരുമ്പോഴും അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് തന്നെയാണ് പിന്നെ അവരെ പഠിപ്പിക്കാൻ പറ്റുന്നത്. ഇന്നിപ്പോ അതിന്റെ ഒരു ട്രെയിനിങ് MBA കൂടി വന്നിട്ട് നടത്തുന്നുണ്ട്. അത് ശരി. അവരുടെ ഇൻസ്ട്രക്ഷനും കൂടി ഉണ്ടാവും. നമ്മളുടെ മാത്രമല്ല, ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇപ്പൊ ഓരോ തോട്ട് ഉണ്ടാവും. ഈ ആള് ഈ വണ്ടി എങ്ങനെ ഓടിക്കണം. അപ്പൊ അങ്ങനെയും കൂടിയൊക്കെ ഉള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ട് തന്നെയാണ് നമ്മുടെ പഠിപ്പിക്കുന്ന ആൾക്കാരെ ട്രെയിൻ ചെയ്ത് എടുക്കുന്നത്. അപ്പൊ ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്ന് പറയുന്നത് പോലെയാണ്. കണ്ടോ, ഇൻസ്ട്രക്ടേഴ്സിന് അടക്കം ട്രെയിനിങ് കൊടുത്തിട്ട് ഈ ഏജ് ഒന്നും എനിക്കൊരു പ്രശ്നമേ അല്ല എന്നുള്ള രീതിയിലാണ് മണിയമ്മ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു സൈഡ് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും നല്ല പരിചയം ഉണ്ടാവും മണിയമ്മയുടെ. കാരണം ഡ്രൈവിങ്സും അങ്ങനത്തെ ട്രെൻഡിങ് വീഡിയോസും ഒക്കെ നമ്മൾ സ്ഥിരം കാണുന്നതാണ്. അപ്പൊ ജസ്റ്റ് നമുക്ക് വീട്ടിലെ വിശേഷങ്ങള്, ഓണവിശേഷങ്ങൾ ഒന്ന് പങ്കുവെക്കാം. കാരണം ഓണത്തിന്റെ സീസൺ ആണല്ലോ. മണിയമ്മ ഒന്ന് ഷെയർ ചെയ്യാവോ? ഓണത്തിന്റെ ദിവസം എങ്ങനെയാണ്? ഓണത്തിന്റെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാവരും ഇങ്ങനെ മാറി മാറി താമസിക്കലൊക്കെ. പക്ഷെ എനിക്ക് എപ്പോഴും ആദ്യത്തെ ഒരു ഫാമിലിയില അച്ഛൻ, അമ്മ, ചേട്ടൻ, അനിയൻ, അനിയത്തി എല്ലാവരും ഉള്ള ആ ഓണമാണ് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്നത്. അത് ചേട്ടനൊക്കെ ദൂരെ ജോലിയായിരുന്നു. അവര് ഈ ഒരു ഉത്രാടം ഒക്കെ ആകുമ്പോഴേ എത്തുള്ളൂ. ആ ദിവസങ്ങളിലേ നമ്മള് ഈ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാൻ തുടങ്ങുള്ളൂ. കായ വറുത്തത് മുതൽ അച്ചാറ്, അങ്ങനെ സത്യം കായ വറുക്കുക, അങ്ങനത്തെ ഉപ്പേരികൾ കാച്ചുമ്പോഴാണ് സത്യം പറഞ്ഞ ആ ഓണത്തിന്റെ മണം, ആ വൈബ്. അപ്പൊ അങ്ങനെ ഓരോരുത്തർക്കും നെയ്യപ്പാണ് ഇഷ്ടമെങ്കിൽ അത്, നെയ്യപ്പാണെങ്കിൽ ഇഷ്ടം അത്, അങ്ങനെ. മണിയമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താ? എനിക്ക് നെയ്യപ്പൊക്കെ നല്ല ഇഷ്ടം. എനിക്ക് ശർക്കര ചേർത്ത പലഹാരത്തോടും ശർക്കര പായസത്തിനോടുമാണ് കൂടുതൽ ഇഷ്ടം. മണിയമ്മ ഓണസദ്യയില് വിഭവങ്ങൾ റെഡിയാക്കുമ്പം ഏറ്റവും ഇഷ്ടത്തോടു കൂടിയും ഞാൻ വെച്ചാൽ നന്നായിരിക്കുന്നത്. ഈ 2-3 പേരുള്ളപ്പോ ഓരോരുത്തർക്കും ഓരോ കറി വെച്ചാല് എന്റെ മോരുകറി ഇത്തിരി ഫേമസ് ആണ്. അപ്പൊ ഇന്ന് വീട്ടിലോട്ട് വരുന്നുണ്ട് മോരുകറി കൂട്ടി ചോറുണ്ണ. അപ്പൊ മോരുകറിയാണ് എന്റെ സ്പെഷ്യൽ. അപ്പൊ ഒരാള് അവിയലിന്റെ സ്പെഷ്യൽ ഉണ്ടാവും. അപ്പൊ ഓരോരുത്തർക്കും അങ്ങനെ ഇതുണ്ടാ. അമ്മയുള്ള അപ്പൊ സദ്യയുടെ അന്ന് സദ്യവട്ടം ഒരുക്കുന്നത് ഓരോരുത്തരും ഓരോ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഓരോ കറി ഇത് മണി വെച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഇത് അമ്മണി വെച്ചാൽ മതി, അങ്ങനെയുണ്ട്. അപ്പൊ ആ ഓരോരുത്തർക്കുള്ള അനിയത്തി അവിയലിന്റെ ഒക്കെ നല്ല ആളാണ്. അപ്പൊ അങ്ങനെ എല്ലാവരും ഷെയർ ചെയ്തു. പക്ഷെ ഇപ്പൊ ആ രീതിയൊക്കെ അങ്ങനെ മാറിയല്ല. എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ മതി എന്നുള്ള മട്ടായിട്ടുണ്ട്. അതും ഒരു ദിവസമൊക്കെ മതി. ഓണത്തിന് ഒരുക്കുമ്പോ ഈ ഊഞ്ഞാല് കെട്ടി ആടാൻ പറ്റിയ പ്രായക്കാരെല്ലാരും ഉണ്ടോ വീട്ടില്? ഇപ്പൊ ഇല്ല. എല്ലാവരും കൂടണത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. സത്യം. എല്ലാരും കൂടി ജോലിയാ. അലുവ വരെ ഉണ്ടാക്കിയിട്ട് പകുതിയിലിട്ടിട്ട് സിനിമക്ക് പോയിട്ടുണ്ട് എല്ലാരും കൂടെ. അപ്പോഴേക്ക് അലുവ ഒരു അവസ്ഥയിലായോ? തിരിച്ചു വന്നപ്പോഴത്തേനും ഇല്ല. അമ്മ അച്ഛനൊക്കെ നേരത്തെ കിടക്കും. പിന്നെ ഞങ്ങളുടെ കലാപരിപാടിയാണ്. രാത്രി പണിയെടുക്കുന്നതിനൊന്നും ഒന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ജോലികളൊക്കെ ചെയ്യുന്നതിന്. ഇപ്പോഴത്തെ പിള്ളേരോട് പറയുകയാണെങ്കിൽ മണിയമ്മ എന്ത് പറയും? ഓണം ഇങ്ങനെ ആഘോഷിച്ചിരുന്നെങ്കിൽ എന്ന് പിള്ളേരോട് പറയാൻ എന്താ മണിയമ്മ? പിള്ളേര് കണ്ണും തുറക്കൂല, ഇതൊന്നും വേണ്ട, എന്തെങ്കിലും ഒരു സ്വിഗ്ഗിയ ഒരു സൊമാറ്റോ ഒക്കെ ഓർഡർ ചെയ്ത്. ശരിക്കും അവര് മിസ് ചെയ്യുന്നത് ഇതല്ലേ? ഞാൻ പറയാൻ ഇപ്പം എന്റെയൊക്കെ ജനറേഷനിൽ പെട്ടിരുന്നവരാന്ന് വെച്ചാൽ എനിക്ക് വീട്ടില് തൃശ്ശൂരാണ് വീട്. അപ്പൊ അവിടെ കുറച്ച് പേര് കസിൻസ് എല്ലാരും കൂടെ ഉള്ള കാരണം ഓണാവധി ആവാനായിട്ട് നോക്കിയിരിക്കും. എല്ലാരും കൂടെ വന്നു കഴിഞ്ഞാൽ അന്ന് ഈ മൊബൈൽ ഫോൺ ഇല്ലല്ലോ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം തോന്നുന്നു. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ എല്ലാരും
മുറ്റത്തിറങ്ങി കളിയും ബഹളം ഭയമാണ്. ഞാനിപ്പോ എന്റെ മക്കളോട് പറയും നിങ്ങളൊക്കെ മിസ് ചെയ്യുന്നത് ചെറിയ പിള്ളേര് കണ്ണുപൊത്തിക്കളി, അങ്ങനെയുള്ള കളികള്, അങ്ങനെ വലിയ ആൾക്കാരുടെ കളി, കുറച്ച് വർത്താനം പറഞ്ഞിരിക്കല്. അതെ അതെ അതെ, അത് ശരിക്കും ആ സമയം, ഓണത്തിന്റെ ആ ഒരു സമയം എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം. ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട കറികളായിരിക്കും. പിള്ളേർക്കൊക്കെ കട്ടിപ്പരിപ്പ്, പപ്പടം, അങ്ങനത്തെ ഒരു കറികള്, അതൊക്കെ ഓരോ ഈ നമുക്കറിയാൻ, എനിക്ക് അത്ര കൃത്യമായിട്ട് അറിയില്ല, പക്ഷെ മണിയമ്മയ്ക്ക് ഒന്ന് പറയാമോ, നമ്മൾ ഓണസദ്യ വിളമ്പി കഴിയുമ്പോ എങ്ങനെയായിരിക്കും അത് കഴിക്കുന്നതിന്റെ ആ ഒരു രീതി? അത്ര അറിയില്ല, എല്ലാരും വിളമ്പണത് പോലും ഓരോന്നിനും ഓരോ സ്ഥാനം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. പപ്പടം വെക്കുന്നതിന്, പഴം വെക്കുന്നതിന് ആദ്യം കട്ടിപ്പരിപ്പ്, നെയ്യ്, പപ്പടം അതിട്ട് ചോറ് കുറച്ച് കഴിച്ചിട്ടാണ് പിന്നെ സാമ്പാറിട്ട് ചോറ് കഴിക്കുക. അപ്പൊ ആ തൊടുകറികൾ ഇങ്ങനെ കൊറേ, അത് എത്ര ഐറ്റംസ്, 23 പറഞ്ഞാലേ ഒരു സമാധാനം കിട്ടുള്ളൂ. അച്ചാറുകൾ തന്നെ പലതരത്തിലുണ്ടാവും. പിന്നെ ഇഞ്ചിക്കറി, മാങ്ങാക്കറി, നാരങ്ങാക്കറി, അങ്ങനെ കറികള്. പിന്നെ അവിയല്, സാമ്പാറ്, മോര്, രസം. ഒരിക്കൽ കോഴിക്കോട് നിന്ന് ഞങ്ങളുടെ വീട്ടിൽ ഒരു ഓണത്തിന്റെ അന്ന് കുറച്ച് വിരുന്നുകാര് വന്നു. അവര് പറയും ഇത്രയും കറികളൊക്കെ എന്തിനാ ഉണ്ടാക്കിയത്? ഞങ്ങളുടെ നാട്ടിലൊന്നും ഇങ്ങനെയില്ല. ഓരോ സ്ഥലത്തും വ്യത്യാസമുണ്ട്. നമുക്ക് പിന്നെ ഇപ്പൊ സത്യം പറഞ്ഞ ഓണസദ്യ അന്ന് വീട്ടിലുണ്ടാക്കുമായിരുന്നു. കാരണം അവിടെ ഇങ്ങനെ നമ്മൾ അതിന് ഓളിയകം എന്നാ പറയുന്നത്, ഒരു വലിയ വരാന്ത പോലെയാണ്. അപ്പൊ ഞങ്ങൾ എല്ലാരും അവിടെ നിലത്ത് പായിട്ട് ഇലയെല്ലാം വെച്ച് വിളമ്പും. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ എന്താ പറയാ, ശരിക്കും ഒതന്റിക് ആയിട്ടുള്ള സദ്യ എന്നുള്ളത് അത് പറയാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ എന്നാലും അതൊരു ഭയങ്കര ഒരു എൻജോയ്മെന്റ് ആയിരുന്നു. കുറെ നേരം നേരെ ഇരുന്നായിരിക്കും, കുറച്ച് കഴിയുമ്പോ കിടന്നു കഴിക്കും. അങ്ങനെയാണ് ഓണക്കാല സ്മരണകൾ എന്ന് പറയുമ്പോ ഒരു ഭയങ്കര ഒരു 2 പായസം വേണം. പിന്നെ വേണ്ടേ, എന്നുവെച്ചാ കുട്ടികൾക്ക് വെളുത്തതായിരിക്കും ഇഷ്ടം, പ്രായമുള്ളവർക്ക് കറുത്തതായിരിക്കും ഇഷ്ടം. അപ്പൊ അങ്ങനെയൊക്കെ നല്ല ഒരു കാലമായിരുന്നു അന്ന് പോകുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇനി വസ്ത്രത്തിന്റെ കാര്യം ഒന്ന് ചോദിച്ചു നോക്കിയേക്കാം. മണിയമ്മ ആദ്യം തന്നെ സാരിയിലായിരുന്നോ, പാവാടയും ബ്ലൗസും എങ്ങനെയായിരുന്നു? കല്യാണം കഴിക്കുന്ന ആ തലേ ദിവസമാണ് അത് ചോദിക്കട്ടെ, എത്ര വയസ്സിൽ കല്യാണം? എനിക്ക് 17ാമത്തെ വയസ്സിലാണ് കല്യാണം കഴിഞ്ഞത്. അപ്പൊ ആ കല്യാണത്തിന് ഉടുക്കാൻ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്നാണ് സാരി കൊണ്ടുവരുന്നത്. അവര് കൊണ്ടുവന്ന് ഉടുപ്പിച്ചതാണ് ആദ്യത്തെ സാരി ഉടുക്കൽ. 17ാം വയസ്സിൽ അവര് കൊണ്ടുവന്ന സാരിയാണ്. നിറം ഓർക്കുന്നുണ്ടോ സാരിയുടെ? സാരിയുടെ നിറം ഇപ്പോഴും ഉണ്ട്, ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നല്ല യെല്ലോ സിൽവർ ചെറിയായിട്ട്. അന്നത്തെ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വെള്ളിക്കസവാണ്. അല്ല, അതാണ് അന്നത്തെ അരികൊക്കെ വിട്ടുപോയിട്ടും ഇപ്പോഴും ഞാനത് എന്റെ കയ്യിലുണ്ട്. അമ്മയുടെ മന്ത്രകോടി എന്ന് പറയും. അതും ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ബനാറസി ട്രെൻഡ് എന്ന് പറയും. ഇപ്പൊ നമ്മളുടെ അങ്ങനത്തെ കുറെ കളക്ഷൻസ് ഉണ്ട്. സാരികളാണ് അത്. അതെ അതെ, അത് ശരിക്കും വെള്ളിക്കസവ് എന്നാ പറയുന്നത്. അത്രയും നാളും മങ്ങിയിട്ടില്ല. അതിങ്ങനെ റേഞ്ച് വൈസ് ആൾക്കാര് സാരിക്ക് കോമ്പറ്റീഷൻ വരുമ്പോ റേഞ്ച് വൈസ് ഒതുക്കാൻ നോക്കുമ്പോഴാണ് ഈ വെള്ളിയിൽ നിന്ന് അത് കുറച്ചുകൂടെ മിക്സ് ചെയ്ത് ആർട്ടിലേക്ക് വരണം. എന്നാ മറ്റതിന്റെ ഫിനിഷിംഗ് ഉണ്ട്, പക്ഷെ ലാസ്റ്റിംഗ് വൈസ് നോക്കുമ്പോ അന്നത്തെ കാലത്ത് തന്നെ സാരി ദ്രവിച്ചു തുടങ്ങി. ആണോ? മമ്മിയുടെ ഒന്നും അനങ്ങിയിട്ടില്ല കേട്ടോ. 52 കൊല്ലം. മണിയമ്മയുടെ എത്ര കൊല്ലമായിട്ടുണ്ടാവും കല്യാണം കഴിഞ്ഞിട്ട്? 67 കല്യാണം. അത് ശരി. അപ്പൊ തെരേസയുടെ ഓണം എങ്ങനെയുണ്ടെന്ന് പറ. തെരേസയുടെ ഓണം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ വീട്ടിലെ ഓണം നമുക്ക് ഓണത്തിന്റെ ആ സമയം ഇപ്പൊ പറഞ്ഞില്ലേ, ഉത്രാടത്തിന്റെ സമയത്തായിരിക്കും എല്ലാവരും വരുന്നത്. പക്ഷെ തെരേസയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആക്ച്വലി ഒരു 1.5 മാസം 2 മാസം മുമ്പ് തൊട്ട്, അതായത് 3-4 മാസം മുമ്പ് തൊട്ട് ഓണത്തിന്റെ പണി തുടങ്ങും. പക്ഷെ ഇത് നെയ്ത സാധനങ്ങളെല്ലാം വരാനായിട്ട് നമ്മൾ ഒരു 1.5 മാസം മുമ്പത്തേനെ ഓണത്തിന് തൊട്ട് മുമ്പാക്കാം. കാരണം ഇതെല്ലാം സ്റ്റിച്ച് ചെയ്ത് തയ്ച്ചു കൊടുക്കണം. അപ്പൊ നമ്മൾ സാധാരണ തുടങ്ങുന്നത് എന്ന് പറയുന്നത് കുത്തമ്പള്ളി, അറിയാലോ നമ്മൾ സംസാരിച്ചപ്പോ മണിയമ്മ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു കുത്തമ്പള്ളി നാട്. ഞാൻ മുണ്ടനാടന് കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ അവിടെ നിന്ന് സ്പെഷ്യലായിട്ട് സംഭവങ്ങള് നെയ്ത് ഹാൻഡ്ലൂം എല്ലാം അവിടെ നിന്നാണ് വരുത്തുന്നത്. പിന്നെ സാരികൾ അവിടെ നെയ്യാൻ കൊടുത്തതിന് ശേഷം നമ്മള് പ്രിന്റ് ചെയ്യിക്കണതും വർക്ക് ചെയ്യിക്കണതും സൂററ്റും കൽക്കത്തയൊക്കെ കൊണ്ടുപോയി അത് നമ്മള് ബോംബെയിലാണെങ്കിലും കൊണ്ടുപോയി വർക്ക് ചെയ്യിപ്പിച്ച്. ഇപ്പൊ എല്ലാവർക്കും പ്രത്യേകത വേണം, നാടനേക്കാളും അതായത് ട്രഡീഷണൽ സാധനം വേണം എല്ലാവർക്കും, ഹാൻഡ്ലൂം. പക്ഷെ അല്ലാണ്ട് വർക്ക് ചെയ്ത സംഭവങ്ങളൊക്കെ വേണം എന്നുള്ളപ്പോ, അതെ അതെ, അങ്ങനെയുള്ളപ്പോ നമ്മൾ സാധാരണ അത്
പറഞ്ഞു ചെയ്യിപ്പിക്കുവാണ് ചെയ്യുന്നത്. അപ്പം ആ പണിയൊക്കെ നേരത്തെ തുടങ്ങും. തെരേസയിൽ അങ്ങനെയാ തുടങ്ങുന്നത്. കസ്റ്റമേഴ്സിന് എന്ത് സ്പെഷ്യൽ ആയിട്ട് കൊടുക്കാം എന്നുള്ളതല്ലേ നമ്മള്. അത് ഓരോ വിശേഷം വരുമ്പോഴും ആ കഴിഞ്ഞ ഡിസൈൻ വേണ്ട, അതെ അതെ, പുതിയത് വേണം. അത് കാരണം അതിലുള്ള പണിയാണ് മെയിൻ ആയിട്ട്. ഇപ്പോഴത്തെ ട്രെൻഡ് അങ്ങനെയല്ലേ, മണിയമ്മ എന്നും റീലും സംഭവം. അതെ, എനിക്ക് ഈ സാരിയൊക്കെ നല്ല ഡിസൈൻ ചെയ്യണതൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട്. രസയുടെ ഡിസൈനിങ് ഒക്കെ നല്ല ഇതാണ്. ഞാൻ റീൽസ് ഒക്കെ കാണാറുണ്ട്. അതൊക്കെ സന്തോഷം. മണിയമ്മയൊക്കെ കാണാന്ന് പറയുമ്പോ ഒരു സന്തോഷമുള്ള കാര്യമാണല്ലോ. സാരി എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ എങ്ങനെയായാലും ഒന്നും നോക്കി പോകും. അതൊരു സത്യം. വേണ്ട, ഇത് അലമാരി നിറഞ്ഞ് ഇനി വെക്കാൻ സ്ഥലമില്ലത് എന്ന് വിചാരിച്ചാലും പുതിയ ഒരെണ്ണം കാണുമ്പോ എങ്ങനെയാണേലും നോക്കി പോകും. അപ്പൊ അത്രയും ഹാർഡും ടഫും ആയിട്ട് ഈ വണ്ടികളൊക്കെ ഓടിക്കുന്ന ആൾക്കാരുടെ ഉള്ളിലും സാരികളൊക്കെ നല്ലത് വേണമെന്ന് ആഗ്രഹമുണ്ട്. അതാണ് തീർച്ചയായിട്ടും ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങൾ ഉണ്ടാവും. പലർക്കും പല പോലെ ഇഷ്ടമുണ്ടാവും. അപ്പൊ എനിക്ക് കൈത്തറിയോടാണ് കൂടുതൽ ഇഷ്ടം. ശരിക്കും പക്ഷെ മണിയമ്മ അതിൽ ഒരുങ്ങി വരുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗിയാ. കളറുകളിൽ കാണുന്നതിനേക്കാളും എനിക്കൊരു കോൺഫിഡൻസ് എപ്പോഴും ലൈറ്റ് കളറ് അല്ലെങ്കിൽ മുണ്ടും നേരിയത് ഉടുത്ത് കന്നു കഴിയുമ്പോ ഭയങ്കര ഒരു ഐശ്വര്യ മുഖത്ത് കാണാനായിട്ട്. ഒത്തിരി റീലില് നമ്മളിങ്ങനെ ഫ്ലോറൽ പ്രിന്റ് ചെയ്തതും വർക്ക് ചെയ്തതും അങ്ങനെ പല ടൈപ്പ് സാരികളും, പിന്നെ അതുപോലെ നമ്മളുടെ ഇൻഹൗസ് പ്രൊഡക്ഷൻ ആയിട്ടുള്ള നല്ല കുർത്തികളൊക്കെ ചെയ്തിട്ടുണ്ട്. അരവിന്ദന്റെ അമ്മ പോലും നല്ല കുർത്തിയൊക്കെ അമ്മേനെ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് തോന്നുന്നു. അമ്മയും മോനെയും കൂടി കണ്ടാല് അങ്ങളെയും പെങ്ങളും ആണെന്ന് പറയുള്ളൂ. അയാള് ഭയങ്കര ഡ്രസ്സിൽ ഭയങ്കര അടുത്ത പ്രാവശ്യം വരുമ്പോ കുറച്ച് ഡിസൈൻ ഒക്കെ ചെയ്യും. അത് ശരി. അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പോ തെരേസയിൽ വന്നില്ല എന്നുള്ള ഒരു സങ്കടം വേണ്ട. റീലിലല്ലാണ്ട് നേരിട്ട് ആളുമായിട്ട് വാ. അരവിന്ദ് സാറിനെയും കൂട്ടി എല്ലാരും കൂടെ വന്നാ പിന്നെ കട നല്ല കാര്യമില്ലേ, നമുക്ക് അങ്ങനത്തെ ആൾക്കാരെയാണ് വേണ്ടത്. ഭയങ്കര ക്രൈസ് ആണ് ഡ്രസ്സൊക്കെ, ഭയങ്കര ക്രൈസ് ആണ്. തന്നെ എന്തെങ്കിലും ഒരു തുണി മേടിച്ച് അതുമല്ല എന്തെങ്കിലും ഒക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ബ്ലൗസ് ഒക്കെ തന്നെ തയ്ക്കണത് വേറെ സ്ഥലത്ത് കൊടുത്തിട്ടാണെങ്കിലും ഡിസൈനിങ് പുള്ളിക്ക് ഭയങ്കര. ഇത് ആ പണിയും കൂടെ നമ്മൾ എളുപ്പമാക്കി തരും. തെരേസയിലെ അടിപൊളി ഡിസൈനേഴ്സ് ആണോ ഉള്ളത്. പിന്നെ ഞാനും ഉണ്ട് കേട്ടോ, അത്യാവശ്യം ഡിസൈൻ ചെയ്ത് ഡ്രസ്സപ്പ് ചെയ്തെടുക്കും നമ്മള്. അങ്ങനെ എല്ലാ രീതിയിലും നമ്മള് ഡിസൈൻ ചെയ്ത് എടുക്കുന്നതാണ്. നമുക്ക് അങ്ങോട്ട് ഇരിക്കാവുന്ന മണിയമ്മ. അപ്പൊ ഇപ്പൊ ഞാനിങ്ങനെ പറഞ്ഞ എന്റെ അടുത്ത് ഇന്ന് നമ്മുടെ ഗസ്റ്റ് ആയിട്ട് ഒരാളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇങ്ങനെ ഒരു സ്റ്റാറിനെയാണ്. എന്റെ പുത്രനുണ്ട് കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ അവനെ ഒന്ന് ഞാൻ വിളിച്ച് മണിയമ്മേനെ പരിചയപ്പെടുത്തി തരാം. ആളോട് ഞാൻ പറയടാ, നീ ഓടിക്കുന്നത് പോലെയല്ല എന്തും ഞാനും അവന് വണ്ടി ഓടിക്കുമ്പോ വഴക്കാണ്. കാരണം ഈ സ്പീഡ് കൂടും കുറയും എന്നുള്ള ഒരു ടെൻഷനാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ ഒരാളെ പരിചയപ്പെടുത്തി തരാം, നിനക്ക് കാണാൻ പറ്റിയ ഒരാളാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് അവനെ വിളിക്കട്ടെ. വിളിക്ക്. ഹലോ, എന്താ തിരിഞ്ഞു നല്ല വിശേഷം. ഭയങ്കര ഫേമസ് ആണല്ലോ, ഫോണിൽ എപ്പോഴും റീലൊക്കെ ആയിട്ട് കാണാറുണ്ട്. താങ്ക് യു. അടിപൊളി വണ്ടികളൊക്കെയാണല്ലോ ഇഷ്ടപ്പെട്ടു. എന്റെ അവിടെ ഒരു മണിയമ്മയുടെ പ്രായത്തിലൊരു അമ്മച്ചിയുണ്ട്. പുള്ളിക്കാരത്ത് ഗിയറിന് പകരം വടിയാ പിടിക്കുന്നത്. മമ്മിക്ക് ചെറിയൊരു സ്ട്രോക്ക് വന്നത്, അപ്പൊ മമ്മി ഹാൻഡിൽ ചെയ്യുന്നത് വണ്ടി. അതാണ് പറഞ്ഞത് ഗിയറിന് പകരം വടിയാ പിടിക്കുന്നത്. അല്ല, ഞങ്ങൾക്കുണ്ട് അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. ഏജ് കൂടുമ്പോ അങ്ങനെയൊക്കെ വരും. അല്ല, അതെന്താന്ന് വെച്ചാൽ നേരത്തെ മുതൽ ജോലി ചെയ്ത് ഓടിയോ ചാടി നടക്കണോണ്ടായിരിക്കും ഇപ്പോഴും അങ്ങനെ ഒരു തടസ്സമായിട്ടില്ല. അതെ അതെ അതെ, ആക്റ്റീവായിട്ട് ഇരിക്കുകയാണ് എപ്പോഴും നല്ലത്. ഇപ്പൊ മമ്മിയാണെങ്കിലും ഞാൻ പറയും, ഇവരെല്ലാരും ഏൽപ്പിച്ചു കൊടുത്തിട്ട് പോകുന്നത് മമ്മീനെ. അതേ ഇവരെയൊക്കെ പർച്ചേസിന് പോകുമ്പോ ചിലപ്പോ ഒരു മാസമൊക്കെ ഉണ്ടാവില്ല. മമ്മി ആട്ടോ അതെല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ആള്. അതാണ് നമ്മുടെ സ്ട്രെങ്ത്. ശരിക്കും മണിയമ്മയുടെ കാര്യത്തിലാണെങ്കിലും മക്കളും എല്ലാരും ആണല്ലോ സ്ട്രെങ്ത് ആയിട്ട് വരാറുള്ളത്. അതേപോലെ തന്നെയാണ്. അതെ, കയ്യിലെന്താ സംഭവം പറഞ്ഞു. ഞങ്ങൾ കടയിൽ സ്പെഷ്യൽ ആയിട്ട് മണിയമ്മയ്ക്ക് വേണ്ടി താങ്ക് യു. സ്പെഷ്യൽ ആയിട്ട് നോക്കട്ടെ. പിന്നെന്താ നല്ലൊരു കുത്തമ്പള്ളി എന്നുള്ള നെയ്ത്ത ഇഷ്ടം എന്ന് പറഞ്ഞ കാരണം അവിടുന്ന് തന്നെ. അതെ അതെ, അതുപോലെയുള്ളത് തന്നെയാണ് മണിയമ്മയ്ക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. കുത്തമ്പള്ളിക്കാരാണ് എനിക്ക് നേരത്തെ മുതൽ മുണ്ടുനാടനും. അപ്പൊ ഞാൻ വിചാരിച്ചത് തെറ്റിയില്ല, അവിടുന്ന് തന്നെ ഉള്ളതാണ് സ്പെഷ്യല്. സിൽവറും ഗോൾഡും കൂടെയുള്ള കാര്യമായിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളതാണ്. ഒരു തർക്കവും ഇല്ല ഭംഗി.
എന്ന് വെച്ചാ എനിക്കിങ്ങനെ ലൈറ്റാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ഈ റീൽസ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഇച്ചിരി കളറൊക്കെ എടുക്കണുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കളർഫുൾ ആയിട്ട് നിക്കണമല്ലോ അല്ലെ? അതെ, ഒരെണ്ണത്തിൽ ഇടണത് വേണ്ടെന്നാണ് അരവിന്ദ് എന്നോട് പറയണത്. അപ്പൊ അതുകൊണ്ട് കുറച്ചധികം എടുത്ത് ഇങ്ങനെ വെക്കും. ഇപ്രാവശ്യം ഓണത്തിന് ഇതല്ലേ കൊടുക്കുന്നേ? തീർച്ചയായിട്ടും അതെടുത്തിട്ട് ഞങ്ങള് റീൽസ് ഇട്ട് നിങ്ങക്ക് തരാം. വളരെ ഭംഗിയായിട്ടുള്ളതാണ് ട്ടോ. പുള്ളിയില് ഞങ്ങള് പോയിട്ട് ആ ഓരോ ഇഴയും എത്ര ഇഴകൾ ചേർന്നാലാണ് ഒരു സാരി ആവണേന്ന് അവരുടെ ആ പുറകിലുള്ള സ്ട്രെയിൻ നമ്മൾ ചെന്ന് കണ്ടു കഴിയുമ്പോ തന്നെ ഞങ്ങൾക്ക് അറിയാം. എന്താണ്, ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു കുത്തമ്പള്ളിയിൽ നൂല് നെയ്യണവരാണ്. ഇവിടെ ഉണ്ടായിരുന്ന ഹസ്ബൻഡ് മരിച്ചപ്പോ പിന്നെ സ്വന്തം നാട്ടിലോട്ട് പോയി. അപ്പൊ അതിന്റെ പണി ഇത് നെയ്യലാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അറിയാം, തീർച്ചയായിട്ടും അറിയാം. ഞാനൊക്കെ എന്ന് പറഞ്ഞാ എന്താന്നാ, ഇതൊന്നും റീൽസിന് വേണ്ടിയല്ല. അപ്പൊ അത്ര വില കൂടിയതൊന്നും അങ്ങനെ ഇതൊക്കെ സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് ആ. മണിയമ്മ എന്താണ് കൊടുക്കുന്നത്, എന്താണ് ഇട്ടിരിക്കുന്നതെന്നൊക്കെ ആൾക്കാർ നോക്കും. മണിയമ്മ ഇപ്പൊ ഞങ്ങള് പിള്ളേർക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഒരു ഐക്കോണായിട്ട് മാറിയിരിക്കുമല്ലേ? തീർച്ചയായിട്ടും. പിന്നെ നിങ്ങളെന്നല്ല, നിങ്ങളുടെയും കുഞ്ഞുങ്ങളാണ് കൂടുതൽ. എവിടെ വിശേഷത്തിന് എന്നാലും അവര് എന്നെ ഐഡന്റിഫൈ ചെയ്യോട്ടെ. എവിടെ ലുലു മാളിൽ പോയാലും അതെ, എവിടെ ആൾക്കാർ കൂടണടുത്ത് എവിടെ പോയാലും അതൊരു സന്തോഷമല്ലേ? തീർച്ചയായിട്ടും. തെരേസയുടെ ഓർമ്മയ്ക്കായി ഒരുക്കിയ പൊന്നോണം എന്നുള്ളതാണ് ടാഗ് ലൈൻ. അപ്പൊ ഞങ്ങളുടെയൊക്കെ ഓർമ്മകളിൽ എന്നും തങ്ങി നിൽക്കുന്ന ഒരു പൊന്നമ്മേനെ ഞങ്ങൾക്ക് ഈ ഓണത്തിന് ഇതുപോലെ ഒരു ഗസ്റ്റ് ആയിട്ട് കിട്ടിയതിന് തെരേസ കുടുംബം വളരെ താങ്ക്ഫുൾ ആണ്. മണിയമ്മയുടെ കൂടെ ഒരു ഡ്രൈവിന് പോകണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പൊ ഇന്ന് അത് സാധിക്കാൻ പോകുന്ന ഭാഗമാട്ടോ.